അയ്യോ അയ്യോ. ഏ എന്തു പറ്റി? പറ്റിയില്ല, അതാ പ്രശ്നം. ഈ വള്ളി വഴി താഴെ ഇറങ്ങാൻ നോക്കി, അത് പറ്റിയില്ല. അപ്പൊ പിടിച്ച് മേലോട്ട് കയറാൻ നോക്കി, അതും പറ്റിയില്ല. വള്ളിക്ക് നീളം ഉണ്ടെന്ന് വിചാരിച്ച ഇറങ്ങിയത്, നീളം കുറവാണ്. ഇത്രയും എത്തിയപ്പോഴാ മനസ്സിലായത്. എന്നെ പിടിച്ച് കേറ്റണേ. താഴേക്കങ്ങ് ചാടുന്നതിനെ പറ്റി ചിന്തിച്ചില്ലേ? അയ്യോ, ചിന്തിച്ചു. അത് പറ്റൂല. വീണാലേ തല പൊട്ടും, മൂക്കു ചതയും, നടുവൊടിയും, കൈമുറിയും, കാലുളുക്കും, നട്ടല്ലു കേടാവും. ഇതൊന്നും സംഭവിക്കില്ലെന്ന് ഞങ്ങള് തെളിയിക്കാം. തെളിയിച്ചാൽ ഞാൻ ചാടാം. ദാ ഈ പുല്ല് മുഴുവൻ താഴേക്കിടുന്നു. പുല്ലിന് തല മുറിഞ്ഞു. ആ കോർത്തു കാണുന്നതല്ലേ പുല്ലിന്റെ തല, അത് മുറിഞ്ഞില്ല. ദാ ഇലകൾ അങ്ങോട്ടിടുന്നു. ഇലയുടെ നട്ടില് കേടായോ? ഇലിയുടെ നട്ടല്ലോ? ആ ഇല്ല, കേടായില്ല. ഇനി ഈ വള്ളികൾ അറിയാം. ഏതെങ്കിലും വള്ളിയുടെ നടു ഒടിഞ്ഞോ? ഒടിഞ്ഞില്ല, വളഞ്ഞേ ഉള്ളൂ. എന്നാ പിന്നെ ചാടാമല്ലേ? ധൈര്യമായിട്ട് ചാടിക്കോ. ഹായ്, ഒന്നും പറ്റിയില്ല. അപകടം പറ്റാതെ ചാടാനുള്ള സ്ഥലം ഒരുക്കിയതാണ് നമ്മളെന്ന് അവൻ ഇപ്പോഴും മനസ്സിലായില്ല. ദാ ഇന്നലെ കണ്ട കഴുതക്കുട്ടൻ. അക്കുയ്ക്കു ഒരു സംശയം. ഇന്നലെ അത്രയും ഉയരത്തിന്ന് ചാടിയിട്ട് എനിക്കൊന്നും പറ്റിയില്ല. ആ പാറയ്ക്ക് അത്രയും ഉയരമില്ലല്ലോ. അതുകൊണ്ടാണ് എൻ്റെ അനിയനോട് ഞാൻ ചാടിക്കോളാൻ പറഞ്ഞത്. ചാടിയപ്പോ ദേ അവൻ്റെ മൂക്കു ചതഞ്ഞു, കയ്യും മുളുക്കി. ചേടാ, ഇലയിൽ ചവിട്ടി എങ്ങനെ നടക്കും? മുങ്ങിപ്പോവില്ലേ? ഇലയുടെ ശക്തിയെ പറ്റി ചേട്ടന്മാർ എന്താ വിചാരിച്ചത്? ശക്തിയോ? ഇലകൾക്കോ? ഇലകൾക്ക് നല്ല ശക്തിയുണ്ട്, തെളിയിക്കാം. ചേട്ടന്മാർ നോക്ക്, പുഴയിൽ നല്ല ഒഴുക്കല്ലേ? അതെ, ഭയങ്കര ഒഴുക്ക. ചെറിയ ഇലകളൊക്കെ ഒഴുക്കിൽപ്പെട്ടു പോകുന്നത് കണ്ടില്ലേ? ശരിയാ, പോകുന്നുണ്ട്. അത് ചെറിയ ഇലകൾക്ക് ശക്തി കുറവായതുകൊണ്ടാ. നമ്മൾ വെള്ളത്തിലേക്ക് ചാടിയാലും ഒഴുകിപ്പോകും, കാരണം നമുക്ക് ശക്തി കുറവാ. പക്ഷേ ഒഴുക്കിനെതിരെ വലിയ ഇലകൾ പിടിച്ചു നിൽക്കുന്നത് കണ്ടോ? അതായത് നമ്മളെക്കാൾ ശക്തി ഇലയ്ക്കുണ്ട്. ഇല നമ്മളെ താങ്ങും. എങ്കിലാദ്യം നിങ്ങൾ ഇലയിലൊന്ന് കയറി കാണിക്കേ. അത് ശരിയാ, എന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ. ചാടാമല്ലോ, ദാ നോക്ക്. എങ്കിൽ നമുക്കും ചാടാൻ പറ്റാ. വാ. അയ്യോ. നിങ്ങൾ എങ്ങനെ ഇലയിൽ നിൽക്കുന്നു? ഈ ഇലയ്ക്ക് താഴെ കല്ലുണ്ട്. അത് നോക്കിയാൽ ഞങ്ങൾ ചാടിയത്.